വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. ഈ കരുനാഗപ്പള്ളിയിലെ കൊലപാതകം നമ്മുടെ എല്ലാവരുടെയും മുൻപിലുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം അത് ക്രിമിനൽ സംഘത്തിൻ്റെ ഒരു കുടിപ്പുകയാണ് കൊലപാതകം എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ വരുന്നു. ഈ കൊലപാതകം നടത്തേണ്ട രീതി പ്രതികൾ നേരത്തെ പരിശീലിച്ചു എന്ന ഒരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. പ്രതികൾ കൊലപാതകത്തിന് തയ്യാറെടുത്തത് ഓച്ചിറ മേമന സ്വദേശിയായ കുക്കു എന്ന് വിളിക്കുന്ന മനുവിൻ്റെ വീട്ടിൽ വെച്ചാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രാജ്കുമാർ കൊല്ലത്തുനിന്ന് ചേരുകയാണ്. രാജ്കുമാർ, അതായത് കൊലപാതകം നടത്തേണ്ട രീതി പരിശീലിച്ച് പഠിച്ചതിന് ശേഷമാണ് ഇവർ ആ കൃത്യം നിർവഹിച്ചത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മനു, നിലവിൽ പോലീസിന്റെ ഒരു അനുമാനങ്ങളാണിത്. ഇത് കൃത്യമായി ഇനി നാളെ ഇത് പോലീസ് ഒരു ഔദ്യോഗികമായി വാർത്താ സമ്മേളനം നടത്തി പറയുമ്പോൾ മാത്രമാണ് പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. നിലവിൽ അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ കുക്കു എന്ന് വിളിക്കുന്ന മനുവിന്റെ വീട്ടിൽ ഇവര് സംഘടിച്ചിരുന്നു. അവിടെ വെച്ച് ഇത് പലതും പ്ലാൻ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ശ്രീനാഥിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ ഇന്നോവ കാറ്. ഈ കാറ് ഈ കുക്കു അവരെ വീട്ടിലേക്ക് വർക്ക്ഷോപ്പിലേക്ക് എന്ന് പറഞ്ഞ് അവരെ വീട്ടിൽ കൊണ്ടിട്ടാണ് അതിന് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. പിന്നീട് കന്യാകുമാരിയിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ഇയാൾ ഈ ശ്രീനാഥിനോട് ആവശ്യപ്പെട്ടതായി ആദ്യഘട്ടത്തിൽ പോലീസിന് ഇയാൾ മൊഴി നൽകി. പിന്നീട് ഇയാൾ ഇതെല്ലാം നിഷേധിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ ഈ കുക്കുവിന്റെ വീട്ടിൽ ഇതെല്ലാം ഏറ്റവും വലിയൊരു രസമെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രതിപട്ടികയിലുള്ളവരുടെ എല്ലാ വീടുകളിലും ഇപ്പൊ കൊല്ലപ്പെട്ട സന്തോഷ് ഉൾപ്പെടെയുള്ള ഈ വീടുകളിലെല്ലാം CCTV ഉണ്ട്. വീടിന്റെ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ വളരെ ദരിദ്ര കുടുംബങ്ങളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ വീടിനകത്തൊക്കെ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള CCTV സ്ഥാപിച്ചിരിക്കുന്നുള്ളൂ. അതായത് ഏത് നിമിഷവും ഇവർക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ പോലീസോ എക്സൈസോ കടന്നു വരാം. ഇങ്ങനെ ഒരു മുൻവിധി അല്ലെങ്കിൽ മുൻധാരണ ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ CCTV ദൃശ്യങ്ങൾ ഇവര് അവിടെ സ്ഥാപിച്ചത്, CCTV സ്ഥാപിച്ചത്. ഈ CCTV കുക്കുവിന്റെ വീട്ടിലെ CCTVയിൽ നിന്ന് 1-2 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്ന് ആ കാർ അവിടെ കിടന്ന സമയത്ത് ഉണ്ടായിരുന്ന 2 പേർ അവരുൾപ്പെടെ ഏതാണ്ട് 8-9 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അതിലെ ഈ ക്രൈം സീനിൽ പങ്കെടുത്ത, ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളന് രാജപ്പൻ, അദ്ദേഹത്തെ ആ ഒരു പ്രതിയെ പോലീസ് ഇന്നലെ തന്നെ പിടികൂടിയിരുന്നു. അത് ആലപ്പുഴ വള്ളികുന്നത്ത് നിന്നാണ് പിടികൂടിയത്. പിന്നീട് മറ്റുള്ളവർ കൂടി ഇന്നലെ തന്നെ പോലീസിലേക്ക് ആദ്യം കീഴടങ്ങുമെന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ഇവരിതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. പോലീസ് അതിവിദഗ്ധമായി തന്നെയാണ് ഈ രാജപ്പനെ പിടികൂടിയതും. ഒപ്പം വ്യക്തമാണ് രാജ്കുമാർ, നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയതാണ്. എന്നാലും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വരും സമയങ്ങളിൽ അതിന് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം.